മഹാന്മാർ പറയുന്നുണ്ട്, ഹദീഥു ശഫാഅയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും മദീനയിലൂടെ ഒരു തോട്ടത്തിൽ ഇരുന്ന് അവര് ഭക്ഷണം കഴിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസിന്റെ വിവരണം നടത്തിയിട്ടുള്ളത്. തങ്ങൾക്ക് ഒരാട് ഭക്ഷിക്കാൻ കൊണ്ടുവന്നു. ആടിന്റെ കൈയിന്റെ ഭാഗം നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. കാന യുഅ്ജിബുൽ കതിഫ്, ആടിന്റെ കൈയിന്റെ ആ ഭാഗം തങ്ങൾക്ക് ഇഷ്ടമാണ്, അതിന്റെ മാംസം. തങ്ങളത് വായിലേക്ക് കടിച്ചു പിടിച്ചു. എന്നിട്ട് ഫഹദ്ദസനാ, നബി തങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞത്? അന സയ്യിദു വൽദി ആദമ വലാ ഫഖറ, ഞാൻ ആദം നബിയുടെ മക്കളിൽ വന്ന ആദം നബി എന്ന മനുഷ്യപിതാവിന്റെ മക്കളിൽ ജനിച്ച എല്ലാ മനുഷ്യരെക്കാളും അല്ലാഹു എന്നെ ശ്രേഷ്ഠനാക്കി വെച്ചിട്ടുണ്ട്. വലാ ഫഖറ, അത് ഞാൻ അഭിമാനം പറയുകയല്ല, അഹങ്കാരം പറയുകയല്ല. അല്ലാഹു എന്നെ ഉന്നത സ്ഥാനത്താണ് ഇരുത്തിയിട്ടുള്ളത്. അങ്ങനെ പറയാലോ, പള്ളിന്റെ പ്രസിഡന്റ്, ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റാണ്. പിന്നെ അയാൾക്ക് പറഞ്ഞൂടെ? അഹങ്കരിച്ചുകൊണ്ട് പറയരുത്. ആരാ പ്രസിഡന്റ്? ഞാനാണ് എന്ന് പറഞ്ഞു. എന്തേ? നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നു. അഹങ്കരിച്ചു പറയരുത്. അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം നബിയുടെ മക്കളിൽ സയ്യിദാണ്. വലാ ഫഖറ, ഇത് ഞാൻ അഭിമാനം പറയുകയല്ല. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ഭൂമി ആദ്യമായി പിളരുകയും ഭൂമിക്കുള്ളിൽ നിന്ന് വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ, മയ്യിത്തുകൾ ഓരോന്നോരോന്നായി മഹ്ശറായിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഓരോരുത്തരും മരിച്ച ഇടങ്ങളിൽ നിന്ന് മഹ്ശറായിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി എഴുന്നേൽക്കുന്നതും ഞാനാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ വഅവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ആദ്യമായി തുറക്കപ്പെടുന്നതും എനിക്ക് വേണ്ടിയാണ്. ഞാനാണ് ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത്. വഅവ്വലു ശാഫിഇൻ വമുശഫഇൻ, അല്ലാഹുവിനോട് ആദ്യമായി ശുപാർശ ചെയ്യുന്നവരും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്റേതാണ്. വലാ ഫഖറ, ഞാനിത് അഭിമാനം പറയുകയല്ല, യാഥാർത്ഥ്യം അങ്ങനെയാണെന്ന് പറഞ്ഞ് മഹ്ശറായുടെ ഒരു രംഗം നബി തങ്ങൾ വിവരിക്കുന്നുണ്ട്. നമുക്കൊരു പക്ഷേ കേട്ടു പരിചയമുള്ള ഹദീസാണിത്. മഹ്ശറയിൽ വിചാരണ തുടങ്ങാതെ അല്ലാഹു മനുഷ്യരെ നിർത്തും എത്രയോ ദിവസങ്ങൾ. അപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടോ? ഒരു ദിവസം അല്ലാഹുവിന്റെ അടുത്ത് ഇൻദ റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ അരികത്ത് നബിയെ ഒരു ദിവസം എന്ന് പറയുന്നത് 50 അൽഫ സന, 50,000 വർഷമാണ്. ഭൂമിയിലെ 50,000 വർഷം. 50,000. ഈസാ നബി ജനിച്ചിട്ട് ഇപ്പൊ 2019 കൊല്ലായിട്ടുള്ളൂ. 2019 അല്ലേ? 2020 ആവാൻ പോവാ. ഈസാ നബി ജനിച്ചിട്ട്, അതല്ലേ ഇപ്പൊ 2019 എന്ന് പറയണേ. 50,000 കൊല്ലം. അതിലേക്കൊരു 48,000 ഇനിയും ആഡ് ചെയ്യണം. 48,000. അപ്പോഴെല്ലാം 50 ആവുള്ളൂ. 2,000 ആയിട്ടുള്ളൂ. 50,000 കൊല്ലമാകുമ്പോ അത് അല്ലാഹുവിന്റെ അടുത്ത് ഒരു ദിവസമാണ്. വിചാരണ തുടങ്ങാതെ അല്ലാഹു അങ്ങോട്ട് നിർത്തും. ആളുകൾ ദാഹിച്ചു, വിശന്ന്, തളർന്ന്, സൂര്യന്റെ താപമേറ്റ് വിയർപ്പിൽ കുളിച്ചിരിക്കാൻ. നമുക്ക് തന്നെ ഒരു വെയിറ്റിംഗ് വലിയൊരു പ്രയാസാണല്ലേ? കാത്തിരിക്കാൻ. അയാൾ പറയേണ്ട ആള് വന്നിട്ടില്ല, ഇപ്പൊ വരുമോ, എവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മങ്ങനെ അതിഥി വരും, ഒരു ഗസ്റ്റ് വരും, വഴിയിൽ കാത്തിരിക്കാൻ. നേരം വൈകിയാൽ നമ്മൾ അക്ഷമരാകും. 50,000 വർഷം ദൈർഘ്യമുള്ള മഹ്ശറയിൽ മനുഷ്യര് ദിവസങ്ങളോളം വിചാരണയില്ലാതെ കാത്തിരിക്കുമ്പോൾ അവർ തീരുമാനിക്കും, അല്ലാഹുവിനോട് ചെന്നൊന്ന് പരാതി പറയണം, അല്ലാഹുവിനോടൊന്ന് പറഞ്ഞ് ഒരു നിവേദനം നൽകണം. അല്ലാഹുവേ, ഒന്ന് വിചാരണ തുടങ്ങുറപ്പേ. നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം, ഞങ്ങൾക്ക് വിചാരണ വേണം. ഇതാ പറയാൻ പോണത്, ഇതാണ് പറയാൻ പോകുന്നത്. ആദം നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് പോയാലോ? നമുക്ക് അള്ളാഹിനോടങ്ങ് പറഞ്ഞാ പോരെ? അള്ളാഹുലേക്ക് വസീലകളാകട്ടെ.
അംബിയാഇനെ ചൊല്ലിപ്പോകാം, അംബിയാക്കന്മാരുണ്ടല്ലോ. നമ്മുടെ വാപ്പയുടെ അടുത്തേക്ക് പോകാം, ആദം നബി അലൈഹിസ്സലാം. ഹദീസുശ് ശഫാഅ വളരെ പ്രശസ്തമായ സ്വഹീഹായ ഹദീസാണിത്. ആദം നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് ചെല്ലുമ്പോൾ നബിയുനാ ആദം അലൈഹിസ്സലാം പറയും, മക്കളെ, ഇന്നല്ലാഹ ലം യഗ്ളബ് ഗളബൻ ലാ ഖബ്ലഹാ വലാ ബഅദഹ. ഈ സംഭവത്തിന് മുമ്പോ ശേഷമോ ഇതുപോലെ ഒരു ദേഷ്യം അല്ലാഹു ദേഷ്യപ്പെട്ടിട്ടില്ല. അല്ലാഹു വലിയ ദേഷ്യത്തിലാണ്. അല്ലാഹുവിനോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ പഴം കഴിച്ചത്. അതിന്റെ പേരിൽ ഞാൻ അല്ലാഹുവിനോട് എന്ത് പറയുമെന്ന പേടിയിലാണ്. അതുകൊണ്ട് ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ മറ്റൊരാളിലേക്ക് പോയിക്കോളൂ. ഇലാ നൂഹ് അലൈഹിസ്സലാം. എന്താണ് ഈ പറയുന്നത്? ആദം നബി അലൈഹിസ്സലാം 1000 വർഷം ജീവിച്ച നബിയാണ്. എത്ര വർഷം? 1000 വർഷം. ഹദീസിലുണ്ട് 1000 വർഷത്തിൽ ചെയ്തത് ഒരു തെറ്റ്. ആ തെറ്റിനെ കുറിച്ച് ഞാൻ പേടിയിലാണ്. നമ്മളോ, ഞാനും നിങ്ങളോ? നമുക്കൊരു പേടിയില്ലല്ലോ. നമ്മൾ പേടിക്കണ്ടേ? 1000 കൊല്ലം ജീവിച്ച മഹാൻ, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, പേടിയിലാണ്, എനിക്ക് അല്ലാഹുവിനോട് പറയാൻ ധൈര്യമില്ല. ഇദ്ഹബു ഇലാ ഗൈരി. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഹദീസിന്റെ അത്ഭുതം അതാണ്. ഒരു തെറ്റാണ് ആ പറയുന്നത്. 1000 വർഷത്തിൽ, ഒരു വർഷത്തിൽ ഒരു തെറ്റെങ്കിൽ 1000 തെറ്റ് കാണും. ഇല്ല, 1000 വർഷത്തിൽ ഒരു തെറ്റ്. ആദം നബി അലൈഹിസ്സലാം പറയും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് ചെല്ലും, നൂഹ് നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ നബിമാരിൽ 950 വർഷം പ്രഭാഷണം ചെയ്ത ദഅവത്ത് ചെയ്ത ആളല്ലേ? 950 കൊല്ലം. നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു മഹാപ്രളയം ഉണ്ടാക്കി തന്നില്ലേ? അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? നിങ്ങൾ അവ്വൽ റസൂൽ, ആദ്യത്തെ റസൂലല്ലേ? അതുകൊണ്ട് നൂഹ് നബിയെ, റസൂലും നബിയും വ്യത്യാസമുണ്ട്. റസൂൽ പ്രബോധനം നിർബന്ധമാക്കപ്പെട്ടവർക്കാണ് റസൂൽ എന്ന് പറയാ. ആദം നബി അലൈഹിസ്സലാം പ്രബോധനം നിർബന്ധമായിരുന്നില്ല, വഹയുണ്ട്, അങ്ങനത്തെവർക്ക് നബി എന്നാ പറയാ. ആദം നബി അലൈഹിസ്സലാം നബിയാണ്, ഇദ്രീസ് അലൈഹിസ്സലാം നബിയാണ്. പക്ഷെ മൂന്നാമത് വന്ന നൂഹ് നബിയാണ് ആദ്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ റസൂലിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹിസ്സലാം പറയും, അല്ലാഹു വലിയ ദേഷ്യത്തിലാണ്. ഇതുപോലെ ഒരു ദേഷ്യം ഇനി ദേഷ്യപ്പെടാനില്ല. പക്ഷേ ഞാൻ എൻ്റെ മകന് വേണ്ടി പൊറുക്കലിന് ചോദിച്ചു പോയി. ഒരു അവിശ്വാസിയായി മരിച്ച ഒരാൾ, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കാതെ, പ്രവാചകനിൽ വിശ്വസിക്കാതെ മരിച്ച ഒരാൾക്ക് പാപമോചനം ചോദിക്കാൻ പാടില്ല. എൻ്റെ മകൻ ഇന്നബിനി മിൻ അഹ്ലി, അല്ലാഹുവേ, എൻ്റെ മകൻ കൻആൻ, അവൻ എൻ്റെ ചോരയാണ്, അവൻ എൻ്റെ മോനാണ്. എന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ച, നോക്കണം, വാപ്പയും മോനും സംസാരിക്കുക, മോനെ ഇങ്ങോട്ട് കയറ്. ഇല്ലപ്പാ, ഞാൻ കപ്പലിലേക്കില്ല, ഞാൻ നീന്തിക്കൊള്ളാം. സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഞാൻ ആ വെള്ളമെത്താത്ത വിധം ഉയരമുള്ള പർവ്വതത്തിന്റെ മീതേക്ക് നീന്തിച്ചെല്ലാം. അപ്പൊ പറഞ്ഞു നൂഹ് നബി, ലാ ആസിമ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, ലാ ആസിമൽ യൗമ മിനല്ലാഹി ഇല്ലാ ഇലൈഹി. ഇന്ന് അല്ലാഹുവിലേക്കല്ലാതെ അഭയമില്ല മോനെ, അതുകൊണ്ട് നീ കപ്പലിലേക്ക് വാ. ഫഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ. ആ വെള്ളം വന്നിട്ട് നൂഹ് നബിന്റെ വാപ്പയുടെ കൺമുമ്പിൽ വെച്ച് മോൻ മരിക്കുകയാണ്. അങ്ങനെ ഉണ്ടോ ഒരു ട്രാജഡി? എത്ര വേദന തോന്നും. കൺമുമ്പിൽ വെച്ച് മരിച്ചു എന്ന് പറയില്ലേ? ആ വേദനയിൽ മഹാനായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, എൻ്റെ മകനെ നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവിനോട് അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. കാരണം കൻആൻ ഈമാനില്ലാതെ മരിച്ചുവെന്നല്ല. അല്ലാഹു പറഞ്ഞു, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ തന്നെ ഒരു ദുഷ്പ്രവൃത്തിയാണല്ലോ. അതുകൊണ്ട് ജനങ്ങളെ, അല്ലാഹുവിനോട് പറയാൻ എനിക്ക് ധൈര്യമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ മറ്റൊരാളിലേക്ക്. ഇദ്ഹബൂ ഇലാ ഖലീലില്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതായിരിക്കുന്നു ഇബ്രാഹിം നബി, അല്ലാഹുവിന്റെ ഖലീലാണ്, ഉറ്റ കൂട്ടുകാരനാണ്. അവിടേക്ക് ചെന്നേക്കൂ. യാ അല്ലാഹ്, 950 കൊല്ലം ദഅവത്ത് ചെയ്തു. അതിന്റെ മുമ്പ് 300 കൊല്ലം ജീവിച്ചു. 950 കഴിഞ്ഞ് വീണ്ടും 400 കൊല്ലം ജീവിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 1500ഓളം വയസ്സ് പ്രായമുണ്ട്. അതിനിടയിൽ ചെയ്ത ഒരു തെറ്റ് എന്ന് പറഞ്ഞുകൂടല്ലോ. എന്റെ മോനെ പുറത്തു കൊടുക്കണേ എന്ന് ചോദിച്ചു, അവിശ്വാസിയായ മരിച്ച മോനെ സംബന്ധിച്ച്. ആ പാതകത്തിന്റെ പേരിൽ എനിക്ക് അല്ലാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ല. എന്താ മുഅ്മിനെ ഞാനും നിങ്ങളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മളൊക്കെ എന്ത് കണ്ടിട്ടാണ്? അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള റെക്കോർഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? പൗരത്വം കൂടെ നിൽക്കട്ടെ. അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് റെക്കോർഡുണ്ട്?
എന്ത് റെക്കോർഡുണ്ട് നമ്മുടെ കൈകളിൽ. നമ്മൾ എങ്ങനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആളെ. മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് പേടിയാണ്, ഞാൻ 3 തവണ ചെറിയ കളവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് കളവെന്നറിയോ? സലാസു കദിബാത്തിൻ നബി തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ 3 കളവും ഫീ ദാത്തില്ലാ, അല്ലാഹുവിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ലീവ് കിട്ടാൻ വേണ്ടി പറഞ്ഞ നുണയല്ല, അല്ലാഹുവിന് വേണ്ടി പറഞ്ഞ നുണയാണ്. ഏതാണ് ആ നുണ? ഒന്ന്, സ്വന്തം ഭാര്യയെ അക്രമിയായ രാജാവ്, ഈജിപ്ഷ്യൻ ഭരണാധികാരി പിടിച്ചു വെക്കുമെന്ന് കണ്ടപ്പോ ഇതാരാ? ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. എന്തേ? ഭാര്യ എന്ന് പറഞ്ഞാൽ പിടിക്കും, പെങ്ങളാന്ന് പറഞ്ഞാൽ ഒരു മനസ്സലിവ് വരുമെന്ന് വിചാരിച്ച് ആദം നബിയുടെ മക്കൾ എന്ന നിലയിൽ അങ്ങനെ പറയാലോ. അതാണ് ഒരു നുണ. ഹാദാ റബ്ബി, സൂര്യനെ നോക്കിയിട്ട് ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു. ചന്ദ്രനെ നോക്കി, പിന്നെ പറഞ്ഞു അല്ലല്ല, അസ്തമിക്കുന്നത് എന്റെ റബ്ബല്ല എന്ന് തിരുത്തി പറഞ്ഞു. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ കളവായി തോന്നും. അത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതാണ്. ആരായി ബിംബങ്ങളെ തച്ചുടച്ചത്? ചോദിച്ചു നോക്കൂ. അവിടെ വലിയൊരാൾ വലിയൊരു ബിംബമുണ്ടല്ലോ, ആ ബിംബമായിരിക്കണം തകർത്തത് എന്ന് വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു. ഈ 3 വിഷയമാണ് 200 കൊല്ലം ജീവിച്ച ഇബ്രാഹിം നബിക്ക് പറയാനുള്ളത്. ഈ 3 വിഷയം, ആ 3ഉം അള്ളാഹുവിന് വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല. നമ്മളോ മുഅ്മിനെ, നമ്മളോ? മൂസാ നബി അലൈഹിസ്സലാം അത് തന്നെ പറയും. ഞാൻ ഒരാളറിയാതെ അബദ്ധത്തിൽ കൊന്നുപോയിട്ടുണ്ട്. കൊന്നതല്ല, പാവപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അക്രമിയെ പിടിച്ചു മാറ്റിയതാണ്. അയാൾ അവിചാരിതമായി മരണപ്പെട്ടു. അതിന്റെ പേര് ഞാൻ പേടിയിലാണ്. അന്ന് മൂസാ നബി നബിയായിട്ടില്ല അലൈഹിസ്സലാം. ഞാൻ പേടിയിലാണ്. പൊയ്ക്കോളൂ, എനിക്ക് പറയാൻ കഴിയില്ല. ഇലാ റൂഹില്ലാഹി വ കലിമതിഹി ഈസാ നബിയുടെ അരികത്തേക്ക് പൊയ്ക്കോളൂ. ഈസാ നബിയും പറയും, ദാ എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ. വലം യദ്കുറു ദംബാ, ഈസാ നബി ഒരു തെറ്റും പറയുന്നില്ല എന്നാണ്. ഞാനൊരു തെറ്റ് ചെയ്തു അതിന്റെ പേരിൽ എന്നല്ല, എനിക്കത് പറയാൻ ഞാൻ അതാളല്ല. അതിനൊക്കെ പറ്റിയ ഒരാളുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് ചെല്ലി, അവിടെയാണ് അതിന്റെ ആള്. തങ്ങൾ പറഞ്ഞു, അനലഹ, ഞാനാണത് ചെയ്യാൻ അർഹനായവൻ, ഞാനത് ചെയ്യാം. അല്ലാഹുവിന്റെ അർശിന്റെ താഴത്തുനിന്ന് സുജൂദിൽ വീഴുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരേക്കും അതിനുശേഷമോ ഒരാൾക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കാത്ത അല്ലാഹുവിന്റെ സ്തോത്രങ്ങളുടെ വചനങ്ങൾ നബിതങ്ങൾ ചൊല്ലുന്നു. അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, എന്റെ ഉമ്മത്തികളിൽ പാപികളായ ആളുകൾക്ക് പുറത്തു കൊടുക്കണമേ. അല്ലാഹു പറയുന്നു, യാ മുഹമ്മദ് നബിയേ, ഇർഫഅ റഅസക, തല ഉയർത്തൂ നബിയേ, സൽ തുഅത, ചോദിച്ചോളൂ നൽകപ്പെടാം, വശ്ഫഅ തുശഫഅ, നിങ്ങൾ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുവോ ആ റെക്കമെൻഡ് ഇവിടെ അംഗീകരിക്കപ്പെടും. ചോദിച്ചോളൂ. ഖുൽ യുസ്മഅ, അങ്ങ് പറഞ്ഞോളൂ, ഇവിടെ കേൾക്കപ്പെടും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്റെ ഉമ്മത്തികളെ, വൻപാപികൾക്ക് നോക്കണം. അവിടെ തങ്ങൾക്ക് സ്വന്തം ഭാര്യമാരെ ഓർക്കാം, മക്കളെ ഓർക്കാം, കുടുംബത്തെ പറയാം. അല്ല, എന്റെ ഉമ്മത്തികൾ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തികൾക്ക് പൊറുക്കണേ നബിയെ, ഞാൻ പൊറുക്കാം. നരകത്തിന്റെ അവകാശികളായി കിടക്കുന്ന ആളുകളിൽ അങ്ങയുടെ ഉമ്മത്തികളിലെ വൻപാപികളെ നിങ്ങൾ എടുത്തു കൊണ്ടുപോന്നോളൂ. അവരെ മോചിപ്പിക്കപ്പെടുകയാണ്. പിന്നെയും നബി തങ്ങൾ യസ്ജുദു തഹ്തൽ അർശി, വീണ്ടും അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്യുന്നു. പറയുന്നു, അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളിൽ ഒരു കടകുമണിയോളം, ഒരു ബാർലിയുടെ മണിയോളം ഈമാനുള്ള ആളുകളെ ഒന്ന് രക്ഷപ്പെടുത്താൻ അനുമതി തരണം. അല്ലാഹു പറയും, നബിയേ, തല ഉയർത്തിക്കോളൂ, അത് ചെയ്തോളൂ. നരകത്തിന്റെ അവകാശികളായി കിടക്കുന്ന ഒരു ബാർലി മണിയുടെ, ഗോതമ്പ് മണിയുടെ അത്രയേ ഈമാനുള്ളൂ. പോരിൻ അവരെ കൊണ്ടുപോരുന്നു. പിന്നെ നബി തങ്ങൾ വീണ്ടും സുജൂദിൽ പോകുന്നുണ്ട്. ശഫാഅത്തിന്റെ ഹദീസുകൾ നോക്കിയാൽ കാണാൻ കഴിയും. പിന്നെ പറയും, അല്ലാഹുവേ, ഒരു കടകുമണിയുടെ അത്ര ഈമാനുള്ളവരെ ഞാൻ രക്ഷപ്പെടുത്തിക്കോട്ടെ, എന്റെ ഉമ്മത്തികളെ. ചെയ്തോളൂ നബിയേ. പിന്നെയും പറയും, അല്ലാഹു, അതിലും താഴെ ഒരു കടകുമണിയിലും താഴെ ഈമാനുള്ളവരെ രക്ഷപ്പെടുത്തിക്കോട്ടെ എന്നും പറഞ്ഞ് അവരെയും രക്ഷപ്പെടുത്താൻ പറയും. എന്നിട്ട് അല്ലാഹു യഖ്ബിദു ഖബ്ലതൻ, അല്ലാഹു ഒരു പിടി ആളുകളെ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മോചിപ്പിക്കുന്നു.
എന്ന് നബി തങ്ങൾ പറഞ്ഞ മനോഹരമായ ഹദീസ്. ഈ പറഞ്ഞതിൽ ബഹുഭൂരിഭാഗം ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരാണ്. ആരാണ് ഉലുൽ അസ്ം? 5 നബിമാരാണ് ഉലുൽ അസ്മിൽപ്പെട്ടത്. നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, വനബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി. ഈ 5 നബിമാരും കൂട്ടത്തിൽ ആദം നബിയും 6 പേരാണ് അല്ലാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ല എന്ന് പറയുന്നത് അമ്പിയാക്കളിലെ VVIPകളാണ്. VVIPകൾ പറയുന്നത് ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ 2, ഇബ്രാഹിം നബി അലൈഹിസ്സലാം 3 എന്ന് പറഞ്ഞു 200 കൊല്ലത്തിൻ ആയുസ്സിനിടയിൽ. ആ VVIPകൾക്ക് ധൈര്യമില്ലെങ്കിൽ സാധാരണ നബിമാരുടെ പേടിയെന്ന് എത്രയാണ് നോക്കണം. ഈ ഉലുൽ അസ്മിന് ഇത്ര പേടിയാണ്, അപ്പൊ സാധാരണ നബിമാർക്ക് എത്ര പേടിയാണ്? അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ ഔലിയാക്കന്മാർ എത്ര പേടിയിലാണ്, അള്ളാഹുവിന്റെ ശുഹദാക്കൾ എത്ര പേടിയിലാണ്, ആലിമീങ്ങൾ എത്ര പേടിയിലാണ്, സ്വാലിഹീങ്ങൾ എത്ര പേടിയിലാണ്. പിന്നെ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? മഹാന്മാർ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പറയും, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു തെറ്റുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭ്രഷ്ട് നൽകപ്പെട്ടതെങ്കിൽ നമ്മളൊക്കെ എത്രമേൽ തെറ്റുകൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുമോ എന്ന് പേടിക്കണം. കഴിഞ്ഞില്ല. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെയും ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞിടത്ത് 3 തവണ മൂസാ നബി അലൈഹിസ്സലാം ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഖിദ്ർ അലൈഹിസ്സലാം. പക്ഷേ വിജ്ഞാനം നേടാനുള്ള ജിജ്ഞാസ കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തേ ഖിദ്ർ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? എന്താ പറഞ്ഞത്? ഹാദാ ഫിറാഖു ബൈനി വബൈനിക്. മൂസാ നബിയെ ഇനി എന്റെ കൂടെ നടക്കണ്ട. 3 തവണ ചോദിച്ചപ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാം നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. 3 തെറ്റിന് അള്ളാഹുവിനോട് എത്ര തെറ്റാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടായിരിക്കോ? ഗുഡ് ബൈ എന്നല്ല, പൊയ്ക്കോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? നമ്മൾ പേടിക്കണം. ആലോചിച്ച് നോക്കി, 3 തെറ്റ്, ഒരു തെറ്റ് അള്ളാഹു പുറത്തില്ല. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നു. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു